അപ്പം അതേ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പേര് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എപ്പോൾ വന്നു, എങ്ങനെ വന്നു, എന്തിനു വന്നു, അങ്ങനെയൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ അതേ ഞാൻ ജൂൺ 23 ഇറങ്ങുന്ന വീഡിയോ കേട്ടാ. വെട്ടിവെട്ടലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് മോനെ കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് എയർപോർട്ടിലേക്ക് പറഞ്ഞയക്കുന്നൊരു സീനാണ് കാണുന്നത്. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെ പോലെ വിഷമം ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും എനിക്കില്ല എന്നുള്ള സങ്കടമുണ്ട്. പിന്നെ ഒരു സർപ്രൈസായിട്ടാണ് ഞാൻ നാട്ടിലേക്ക് പോകണം എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ലഗേജിൻ്റെ ഒരു നമ്മൾ ബോഡി മാസ് ഇട്ടാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവരും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അനിയൻ്റെ പിള്ളേരും ഞാനും എൻ്റെ പിള്ളേരും അങ്ങനെ ഞങ്ങൾ 5 പേരായിട്ടാണ് പോയത്. അടിപൊളിയായിട്ട് പോകാൻ പ്ലാൻ ചെയ്തു. ഭയങ്കര വീഡിയോ എടുക്കാനായിരുന്നു. ഫുൾ ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ എടുത്തിരുന്നത്. പക്ഷെ അതൊരു വോയിസ് തരേണ്ട ഒരു സിറ്റുവേഷനും കൂടെ ആയിരുന്നു. കാരണം 23 പോയി, ഞാൻ 25 അപ്പോൾ 23 നമ്മൾ ഈവനിങ് നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്ന അടിപൊളി വീഡിയോസെല്ലാം കേട്ടാൽ ആദ്യം കാണുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷവും ഒരു എക്സ്പെക്റ്റേഷനും അതുപോലെ എന്തായിരിക്കും എന്നറിയാനുള്ളൊരു ആകാംക്ഷയും എല്ലാം തന്നെയല്ലേ. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കയറി അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയത് കുവൈറ്റ് എയർവേസിലായിരുന്നു. അത് വെയിറ്റ് കുറേ കൊണ്ടുപോവാം. പിന്നെ കുവൈറ്റ് എയർവേസിൽ ഞാൻ കയറിയിട്ടില്ല. മാത്രമല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. 45 മിനിറ്റ് ലെയറുള്ളവരെ കൊണ്ട് ഞാനത് കുറച്ചെടുത്ത കാര്യങ്ങളൊന്നും അടിച്ചിട്ട് അവിടെ ഒരു എക്സ്ട്രാ ഡ്രസ്സും പാമ്പേഴ്സ് 2 മാത്രമേ ഞാൻ കൈ പിടിച്ചുള്ളൂ. സുഖമായിട്ട് കൈവീശി പോകാൻ വേണ്ടി ആഗ്രഹിച്ച് നോറ്റ് പോണതാട്ടാ. കൈവീശി പോകാനായിട്ട് പോരാത്തതിന് സർപ്രൈസ് കൊടുക്കാൻ പോകാൻ നാട്ടിക്ക്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലിരുന്നപ്പോൾ ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം മറ്റേ ഫ്ലൈറ്റ് ക്രാഷായ ഇഷ്യൂസ് കഴിഞ്ഞിട്ട് നിസ്സാര ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഉള്ളിൽ ഫുള്ളും പേടിയായിരുന്നു. എന്നേലും പേടി പിള്ളേർക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര നോട്ടിയായിട്ട് ഇങ്ങനെ എന്താ പറയുക, ചില്ലാവുക, ഈ ഹെഡ്സെറ്റ് വയ്ക്കുക, കുത്തുക, അതൊരു ഊരിയെടുക്കുക, അങ്ങനെ ചെറിയ നോട്ടിയായിട്ട് ഇടയ്ക്കായിരുന്നു. ഫതും ഐതിയും ഐശിക്കെന്നൊക്കെ പറഞ്ഞാൽ അയ്യോ പൊന്തിട്ട് വേഗം നാട്ടിലെത്തിയാൽ മതി എന്നുള്ള ഒരു സിറ്റുവേഷനായിരുന്നു. അപ്പോൾ 1 ഹവറിന് ശേഷം നമുക്ക് കുവൈറ്റിലെത്തി. അവിടെ 45 മിനിറ്റ് ലെയർ കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊച്ചിയിലേക്ക് പോണത്. അതാണ് നമ്മൾ ടിക്കറ്റിലുള്ളത്. അങ്ങനെ അത് കുറച്ച് ചില്ലാവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നല്ല സങ്കടവും വിഷമവും. ഫ്ലൈറ്റിലല്ലോ പോകണം. ഈ സംഭവം കേട്ടപ്പോൾ പിന്നെ നല്ല പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റൊക്കെ പോകുന്നത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് വലിയ ഫുഡല്ല, ഒരു നോർമൽ സാൻഡ്വിച്ചും ജ്യൂസ്, വെള്ളം, പിന്നെ ബിസ്ക്കറ്റ്, അങ്ങനെ ഉള്ള ഐറ്റംസിലായിരുന്നു. അതും ലാവിഷായിരുന്നു കേട്ടോ. പക്ഷേ ശരിക്കുള്ള ഫുഡ് ഇങ്ങനെയല്ല. അത് അടുത്ത മീൻസ് കുറച്ച് കഴിയുമ്പോൾ കാണാൻ പറ്റും. നമ്മൾ 2 ഫ്ലൈറ്റിനല്ലേ പോയത്. അപ്പോൾ അത് കിട്ടിയ സാധനങ്ങളൊക്കെ ഞാൻ നല്ല അടിപൊളിയായിട്ട് ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഫീഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വോയിസ് തരുന്നത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. കാരണം ഒരുപാട് പേര് ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പം ഞങ്ങളത് എന്താ പറയുക, അവിടെ ഞാൻ കാർട്ടൂൺ വെച്ചെടുത്തു. അവിടെ എന്തൊക്കെയോ തിന്നുന്നുണ്ട്. പക്ഷേ എല്ലാ സാൻഡ്വിച്ചൊന്നും കഴിച്ചില്ല. എല്ലാവരും ഓരോരോ സിനിമ വെച്ചിട്ട് ഞാനും ആവേശമാണ് തോന്നുന്നു കണ്ട സിനിമയാണ്, എന്നാലും ചുമ്മാ ഇരുന്ന് കണ്ട്. അപ്പോൾ ബിസ്ക്കറ്റ് എടുത്ത് തോണ്ടി കളിക്കുക, അങ്ങനത്തെ കുറേ കുഞ്ഞു വികൃതികളായിട്ടൊക്കെ ഇരുന്ന്. അങ്ങനെ നമ്മൾ കുവൈറ്റിലെത്തിയിട്ടാ. അവിടെ നല്ല ഉറക്കമായിരുന്നു. കുവൈറ്റിലെത്തി. പക്ഷെ കുവൈറ്റിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഖത്തറിൽ മിസൈലിട്ട സംഭവവും. നമ്മളെ ബിൽഡിങ്ങൊക്കെ ഒന്ന് കുലുങ്ങി. അങ്ങനെ കുറേ കാര്യങ്ങൾ കേട്ടപ്പോൾ എന്താ പറയുക, ടെൻഷനായി. പിന്നെ ഖത്തർ എയർപോർട്ട് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 45 മിനിറ്റ് ലെയർന്ന് പറഞ്ഞിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്ക് കുവൈറ്റ് എയർവേസിൻ്റെ കൊച്ചിയിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റിലിരുന്നത്. അപ്പോഴാണ് പറയണത് കുവൈറ്റ് എയർവേസും ക്യാൻസലാക്കി, എയർപോർട്ട് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ഇതെല്ലാം സങ്കടമായിരുന്നു. സർപ്രൈസ് ആയതുകൊണ്ട് വീട്ടിലൊന്നും പറഞ്ഞേയില്ല. ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് മാത്രമേ അറിയുള്ളൂ. നല്ല രീതിയിൽ ടെൻഷൻ അടിച്ചു. പിന്നെ എയർപോർട്ട് ക്ലോസ് ചെയ്തപ്പോൾ നല്ല രീതിയിൽ, കാരണം ഇവിടെയും ക്ലോസ് ചെയ്ത് കൊച്ചിയിലേക്കും പോകാൻ പറ്റില്ല, തിരിച്ച് ദോഹയിലേക്കും പോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിൽ. നമുക്ക് ബസ് സർവീസ് ഉണ്ടായിരുന്നു. ഒരു ഹോട്ടലൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 5.5 മണിക്കൂർ കുറേ നേരം നിന്നതിന് ശേഷമാണ് നമുക്ക് ബസ് കിട്ടിയിട്ട് അവർ സോർട്ട് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ
ഹോട്ടലിലേക്ക് പോവുകയാണ്. അടിപൊളി ഹോട്ടലൊക്കെ ആയിരുന്നു. ഉള്ളിൽ ടെൻഷനും വിഷമമൊക്കെ അന്നത്തെ ദിവസം ഉണ്ടായിരുന്നു. എയർപോർട്ട് ഖത്തറിലത്തെ ഓപ്പൺ ആവുകയാണ്, വേറെ കുഴപ്പമൊന്നും ഇല്ലയെന്ന് കേൾക്കുന്നത് വരെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അവിടെ ഇരുന്നിട്ടും 2-3 മണിക്കൂർ ഞങ്ങളവിടെ പോസ്റ്റായിരുന്നു. എന്താ പറയുക, കൂരമ്പ് കൂരാന്ന് പറഞ്ഞ പോലെ സർപ്രൈസാണ്. നന്നായിട്ടാണ് സർപ്രൈസ് എന്ന് വന്നുകൊണ്ട് ഉമ്മമാരാരും ടെൻഷൻ അടിച്ചില്ല, അറിയുന്നവരാരും ടെൻഷൻ അടിച്ചില്ല. അവർ സുഖമായിട്ട് ഉറങ്ങി. അത് ഏറ്റവും വലിയ കാര്യം. ഞങ്ങൾ മാത്രം ടെൻഷൻ അടിച്ചുള്ളൂ. അത് വലിയൊരു കാര്യം തന്നെയാണ്. പബ്ബോട് നല്ല ഉറക്കം ഉറങ്ങിയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമുക്ക് റൂം കിട്ടി. 2 റൂമാണ് കിട്ടിയത്. അത് ഒരു റൂമിൻ്റെ ഉള്ളിൽ തന്നെ വേറെ റൂമിൽ കൂടെ കയറാനും പറ്റും. അന്ന് അപ്പുറത്തെ റൂമുമാണ്. അങ്ങനെയുള്ള ഒരു സംവിധാനമുള്ള റൂമാണ് നമുക്ക് കിട്ടിയത്. അത്യാവശ്യം നല്ല 5 സ്റ്റാർ ഫെസിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ ഡ്രസ്സ് പിടിച്ചത് ഞാൻ വെറും കൈയോടെ പോകാൻ കൊതിച്ച് പോയി. എനിക്ക് എക്സ്ട്രാ ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല. ആ ഒരു ദിവസം പിറ്റേ ദിവസം നമ്മൾ എങ്ങനെയാണ് നിന്നെന്ന് ഞങ്ങൾക്ക് അറിയുള്ളൂ. എന്നാലും കുറേയൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖത്തർ എയർപോർട്ട് ഓപ്പൺ ആയി എന്ന് കണ്ടപ്പോഴും കുവൈറ്റും ഓപ്പൺ ആയി എന്ന് കണ്ടപ്പോഴാണ് ഞങ്ങളൊന്ന് ഹാപ്പി ആയത്. പിന്നെ ഫുഡും എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടാണ്. അവിടെ നിന്ന് പാമ്പേഴ്സ് വന്നപ്പോൾ ഒരു പാമ്പേഴ്സ് തന്നു. ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. ബുഫേയിരുന്നു, വെറൈറ്റി ഫുഡായിരുന്നു. പിള്ളേരും ഞങ്ങളൊക്കെ കഴിച്ചു. ഡെസേർട്ട് ഉണ്ടായിരുന്നു. അവിടെ പൂളൊക്കെ ഉണ്ടായിരുന്നു. പൂളിലൊന്നും നമ്മൾ പോയില്ല. ഭക്ഷണം കഴിക്കാനായിട്ട് മടി പോവുക, റെസ്റ്റോറൻറ്റിൽ പോവുക, ഭക്ഷണം കഴിക്കുക, നേരെ തിരിച്ച് വരിക, റൂമിലിരിക്കുക, കിടന്നുറങ്ങുക, TV കാണുക, അങ്ങനെയൊക്കെ. പിന്നെ വെറൈറ്റി ഫുഡ്സ് കഴിക്കുക. പിന്നെ ന്യൂസ് വെച്ചിരുന്നു നമ്മൾ എന്തായി എന്നറിയാനൊക്കെ ആയിട്ട്. എല്ലാവരും ആ ഒരു ഗെയിം കളിക്കുക, ആ ഒരു മൈൻഡ് മാറി. കാരണം ഫുൾ ന്യൂസ് കാണലായിരുന്നു. പിള്ളേരും ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഫുൾ പോസ്റ്റർക്കലായിരുന്നു. കാരണം ഞങ്ങൾക്കൊരു പണിയില്ലല്ലോ. അങ്ങനെ ഇടയ്ക്ക് പോയി ഉച്ചക്കലത്തെ ഭക്ഷണം കഴിക്കുക, പിന്നെ തിരിച്ച് വരിക, രാത്രിക്കലത്തെ ഭക്ഷണം കഴിക്കുക, തിരിച്ച് വരിക, ചായ കുടിക്കുക. അതിന് ഫുൾ അടിപൊളിയായിരുന്നു. എല്ലായിടത്തും ഓക്കെ എന്ന് കണ്ടേ പിന്നെ ഞാൻ ഹാപ്പി. ഇതാണ് കേട്ടോ നമ്മളേക്ക് പിന്നെ സൗണ്ട് കുറച്ച് പോയതുകൊണ്ട് വോയിസ് എല്ലാം ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ നമ്മളിവിടെ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഓപ്പോസിറ്റ് ഗ്ലാസ്സിൽ കൂടെ നമുക്ക് ഫ്ലൈറ്റുകളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ചില്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതാവില്ല. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഓക്കെയാവും, പിന്നെ ഓടിക്കളിക്കും. അങ്ങനെയൊക്കെ പിള്ളേർ എന്താണെന്ന് വെച്ചാൽ അതിന് ഇരിക്കുക. കണ്ട നമ്മളിത് എയർപോർട്ട് നമ്മൾ ഈ ഹോട്ടലിൽ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലൈറ്റുകൾ ഇങ്ങനെ കാണാൻ പറ്റും. അത് നമ്മൾ റൂമിൽ നോക്കിയാലും കാണാൻ പറ്റും, റെസ്റ്റോറൻറ്റ് നോക്കിയാലും കാണാൻ പറ്റും. പിന്നെ കുറേ നേരം റൂമിലിരുന്നില്ല, കാരണം പിള്ളേർക്ക് മടുപ്പാവല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് പിറ്റേ ദിവസം കേട്ടോ കോൾ വന്ന് ഷെഡ്യൂളായിട്ടുണ്ട് ഫ്ലൈറ്റ് വായോ എന്ന് പറഞ്ഞാൽ. പടിയിൽ വലിയ കാര്യത്തിൽ ഓടി വന്നപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. ഒരുപാട് ആൾക്കാർ ഈ 2 ദിവസത്തിനിടയ്ക്ക് വന്ന കണക്ഷൻ ഫ്ലൈറ്റ് വന്നവർ, പിന്നെ അവിടെ വന്ന് പെട്ടവർ, ഇവരൊക്കെ അവർക്ക് അറേഞ്ച് ചെയ്യണ്ടേ. അപ്പോൾ കൊച്ചിയിലേക്കുള്ളൊരു ഫ്ലൈറ്റ് ആക്കി, ട്രിവാൻഡ്രം, അങ്ങനെ പല സ്ഥലത്തേക്കുള്ള അവരിങ്ങനെ സോർട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ കുറച്ചൊരു കമ്പനി ആയിട്ടാണ്. അതെല്ലാം കഴിഞ്ഞതേ ഇതാണ് അവസ്ഥ. അപ്പോൾ അവരിങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് ലാസ്റ്റ് നമുക്ക് കൊച്ചിയിലേക്കുള്ള കോളും വന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ കുറച്ച് വീഡിയോസൊക്കെ എടുത്തപ്പോഴേ ബസ് വന്ന് നമ്മൾ കയറി പോവുകയാണ്. പോകുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായി. ആ ഫ്ലൈറ്റിൽ കയറി കൊച്ചിയിലെത്തണത് വരെയും ദിക്കറായിരുന്നു. കാരണം നമുക്ക് ഒരുപാട് നേരം നിൽക്കലും കുഞ്ഞുങ്ങളെ കൊണ്ട് നിൽക്കാമെന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല. ലാസ്റ്റ് അൽഹംദുലില്ലാ നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടി. എന്നിട്ട് തിരിച്ച് പഴയ ഗേറ്റിലേക്ക് തന്നെ വന്നു. അപ്പോൾ രക്ഷയില്ല, വാശി കൈവിട്ടു പോയി. കാരണം അവരും ഇതുപോലെ ഇരിക്കല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ട് ജംബോ ഫ്ലൈറ്റ് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഈ 3 പാർട്ടായിട്ടുള്ള ഫ്ലൈറ്റിൽ അതായിരുന്നു. കാരണം ഇത്രയും പേരൊക്കെ അറേഞ്ച് ചെയ്യണ്ടേ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ കയറി ഇരുന്ന് ഇതന്നെ അബ്ബുവിൻ്റെ അവസ്ഥ തന്നെ. ഹെഡ്സെറ്റ് വെക്കണം, പിന്നെ കുത്തിയിട്ട് കളിക്കണം, അതിന് ഊരിയെടുക്കണം. പിന്നെ കുറച്ചിരുന്ന് കാണും, പിന്നെ അത് കഴിയുമ്പോൾ കളിക്കലൊക്കെ ആവും. പിന്നെ ഫ്ലൈറ്റ് പൊന്തിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി. ടെൻഷൻ നല്ല രീതിയിൽ പിന്നെ ഉണ്ടായി. കാരണം ഇനി എന്താവും എന്ന് ആലോചിച്ചിട്ടുള്ള ടെൻഷനൊക്കെ നല്ല രീതിയിലുണ്ടായിരുന്നു. ഇത് ദുവ ഇതിപ്പോൾ എല്ലാവർക്കും ഇൻ്റർകാസ്റ്റുകാർക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ നമ്മളിത് മനസ്സിലാവും. ഇത് ഫ്ലൈറ്റിൽ കയറുമ്പോഴുള്ളൊരു ദുവ, എടുക്കുന്നതിന് മുന്നുള്ളൊരു ദുവ, അതൊക്കെ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ഇതും ഓക്കെ, നമ്മൾ ഏത് വണ്ടിയിൽ കയറിയാലും ഞാൻ ചെല്ലാറുണ്ട്. അതല്ലാണ്ട് സേഫ്റ്റി കാര്യങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെടണമെന്നതിൻ്റെ ആ ചാർട്ട് പോലും നോക്കാത്ത ഞാൻ A to Z എല്ലാം നോക്കി എന്നുള്ളതാണ്. അതിൻ്റെ റീൽസ് കാണുമ്പോൾ ഞാൻ ചിരിക്കും. കാരണം ഞാൻ അങ്ങനെ തന്നെയായിരുന്നു, എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നു. ഞാൻ നോക്കുമ്പോൾ ഫുൾ ആൾക്കാർ ഈ ഒരു ഫ്ലൈറ്റിൽ സെക്കൻഡ് ടൈമാണ്. ജെറ്റ് റേസിലാണ് ഞാൻ ഫസ്റ്റ് പോയിക്കണം. അപ്പോൾ ഫാദറേ ഉമ്മി എനിക്ക് പേടിയാണ് ഉമ്മി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞെടുത്ത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല,
പ്രാർത്ഥിക്കുക, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നമ്മളെത്തും, നമുക്ക് നാട്ടിൽ പോകണം അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിന് ഫ്ലൈറ്റൊക്കെ പൊന്തി. ഫുഡ് ലാവിഷായിരുന്നു, ഇഷ്ടമുള്ള ഫുഡ് നമുക്ക് പറയാമായിരുന്നു. അതൊക്കെ കിട്ടി, അതൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് കൊച്ചി എത്തിയപ്പോഴാണ് ഗൈസ് നമ്മൾ ആ കൊച്ചിയിലെ മണം അത് കട്ടിയപ്പോൾ BWSൽ പിള്ളേരെ കണ്ടപ്പോൾ സമാധാനമായി. പിന്നെയാണ് അടുത്ത പണി കിട്ടിയത്